കാസർഗോഡ് കാഞ്ഞങ്ങാട് കത്തിയുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അക്രമം. പഴയ കടപ്പുറത്താണ് സംഭവം. വിശദാംശങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIM പ്രവർത്തകനായ അബ്ദുൽ നാസറിന്റെ വീട് ആക്രമിച്ചു എന്നൊരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കത്തിയുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ എത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIM പ്രവർത്തകനായ അബ്ദുൽ നാസറിന്റെ വീട് ആക്രമിച്ചു, ഭീഷണിപ്പെടുത്തി. അതിനുശേഷം കത്തി കൊണ്ട് പോറലേൽപ്പിച്ചു. ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്താണ് സംഭവം. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷം നിലനിന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട 5 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആക്രമണം നടത്തിയ സംഭവത്തിൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബോധപൂർവമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി അവരുടെ ആസൂത്രണം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനല്ലേ? സിന്ധൂരി, കാസർഗോഡ് വിവിധ മേഖലകളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ UDFന്റെ ആക്രമണ പരമ്പരയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. ചെറുവത്തൂർ മടക്കരയിൽ തെരഞ്ഞെടുപ്പ് ദിവസവും അതോടൊപ്പം തന്നെ വോട്ടെണ്ണൽ ദിവസവുമെല്ലാം വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂർ ഭാഗത്ത് ആക്രമണം നടത്തിയിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്ത് നടന്നത്. ബോധപൂർവം ആസൂത്രിതമായ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIM പ്രവർത്തകന്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി കത്തികൊണ്ട് ശരീരത്തിൽ പോറലേൽപ്പിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം വിജയാഹ്ലാദ പ്രകടനത്തിനിടെയും പ്രദേശത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർ കരുതിക്കൂട്ടി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. കാസർഗോഡ് ചെറുവത്തൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് സമാനമായ സംഭവമാണ് അരങ്ങേറിയത്. മുസ്ലിം ലീഗ് പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി സെറീന സലാമും വാഹനത്തിൽ പോകുന്നതിനിടെ കൊടി പിടിച്ച് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും അതിനു മുമ്പ് വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ സ്ത്രീകൾക്ക് നേരെ അടക്കം ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് നേരെ പട്ടിക, ഭാരി, അതോടൊപ്പം തന്നെ ഇരുമ്പ് കമ്പി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. കുപ്പിയും കല്ലുമെല്ലാം പ്രകടനത്തിന് നേരെ വലിച്ചെറിയുകയും ചെയ്തു. ഇങ്ങനെ വിവിധ മേഖലകളിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസവും വോട്ടെണ്ണൽ ദിവസവും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് നടത്തിയത്. അതിന്റെ തുടർച്ചയായി ചില മേഖലകളിൽ സംഘർഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.